ചൈനയിലെ ജയിലുകളിൽ ജയിൽ പുള്ളികളുടെ എണ്ണം കൂടുകയും ജയിലിൽ ഇങ്ങനെ സ്ഥിരമായിട്ട് കലാപം നടക്കുകയും ആൾക്കാർ ജയിൽ തകർത്ത് പുറത്തു പോവുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്. ഈ സമയത്ത് ഇതിനെങ്ങനെ പരിഹാരം കാണുമെന്ന് ചൈനീസ് സർക്കാർ ആലോചിച്ചു കൊണ്ടിരുന്ന സമയത്താണ് ആഫ്രിക്കയിൽ ജോലി ചെയ്തിരുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ തിരികെ വന്ന് ചൈനീസ് സർക്കാരിനോട് ഒരു ആശയം പങ്കുവച്ചത്. അവർ ആഫ്രിക്കയിൽ ഒരുപാട് പ്രോജക്റ്റുകൾ എടുത്ത് ചൈന ചെയ്യുന്നുണ്ട്. അവിടെ ഖനികളിലും പുതിയ പ്ലാന്റേഷനുകളും അങ്ങനെ പല പല പ്രോജക്റ്റുകളാണ് ചൈന വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്നൊക്കെ തൊഴിലാളികളെ കൊണ്ടുപോയി നല്ല ശമ്പളം കൊടുത്ത് ജോലി ചെയ്യിക്കുക എന്ന് പറയുന്നത് അവർക്ക് ചില പ്രോജക്റ്റുകളിലെങ്കിലും നഷ്ടമുണ്ടാക്കുന്നുണ്ടായിരുന്നു. ആ സമയത്താണ് ഈ ഉദ്യോഗസ്ഥൻ വന്നൊരു ആശയം പറഞ്ഞത്. എന്തുകൊണ്ട് ജയിൽ പുള്ളികളെ നമുക്ക് ഈ രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോയി അവിടെ താമസിപ്പിച്ച് ജോലി ചെയ്യിച്ചുകൂടാ? എന്തായാലും ജയിലിലിട്ട് ഇവരെ സംരക്ഷിക്കുമ്പോൾ അതിനുവേണ്ടി ഒരുപാട് കാശ് ഇങ്ങനെ ചിലവാക്കി കളയുന്നുണ്ട്. പിന്നെ ഈ ജയിലിനകത്ത് നടക്കുന്ന പ്രശ്നങ്ങളും ഒക്കെ രൂക്ഷമാണ്. അതിനെ പരിഹരിക്കാനും ഒരുപാട് ധനം വേറെയും ചിലവായി പോകുന്നുണ്ട്. അപ്പോൾ ഇവരെയൊക്കെ ഈ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോയി ഖനികളിലൊക്കെ പണിയെടുപ്പിച്ച് പ്ലാന്റേഷനിലൊക്കെ പണിയെടുപ്പിച്ചാലും അവിടുത്തെ ജോലികളും ഒക്കെ നടക്കും. ഈ ജയിൽ പുള്ളികളെ അവിടെ സംരക്ഷിക്കുകയും ചെയ്യാം, ഇവർക്കൊരു വേതനം കൊടുക്കുകയും ചെയ്യാം എന്നൊരാശയമാണ് ഈ ഉദ്യോഗസ്ഥൻ പങ്കുവച്ചത്. ഒരു ട്രയൽ റൺ എന്നുള്ള രീതിയിൽ സാംബിയ എന്ന് പറയുന്ന ഒരു രാജ്യത്ത് ചൈന ഒരു വലിയ കശുമാവിൻ തോട്ടം ഉണ്ടാക്കാനുള്ള ഒരു പദ്ധതി ആവിഷ്കരിച്ച് അതിൻ്റെ തുടക്കത്തിലായിരുന്നു. ചൈനയിൽ നിന്ന് 1000-ൽ പരം തടവുകാരെ ഒരു കപ്പലിൽ കയറ്റി നേരെ സാംബിയയിലേക്ക് കൊണ്ടുപോയി അവിടെ അവർ കൃഷി ചെയ്യാൻ, കശുമാവിൻ കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ഇവരെ കൂടാരങ്ങൾ ഉണ്ടാക്കി താമസിപ്പിച്ച് ഇവരെ വിട്ട് അവിടെ ജോലി ചെയ്യിക്കാൻ തുടങ്ങി. 3 നേരത്തെ ഭക്ഷണവും 8 മണിക്കൂർ ഇവർക്ക് ജോലിയും. ഈ ജോലി ചെയ്യുന്നതിന് ഓരോ മണിക്കൂർ കണക്കാക്കിയിട്ട് ഇവർക്ക് കാശും. പലരും 10ഉം 15ഉം വർഷമൊക്കെ തടവിന് ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള തടവുകാരായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 വർഷം കൊണ്ട് അതിഗംഭീരമായ ഒരു പ്ലാന്റേഷൻ ഉണ്ടാക്കിയെടുക്കുവാനും ഈ തൊഴിലാളികളിൽ പലരെയും മാനസികമായി പരിവർത്തനപ്പെടുത്തുവാനും ഒക്കെ ഈ ഒരു പദ്ധതി കൊണ്ട് കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം. അതിനെ തുടർന്ന് ഇപ്പോഴും ചൈന അവിടെയുള്ള തടവുകാരിൽ കുഴപ്പക്കാരായ ഭൂരിഭാഗം ആൾക്കാരെയും ഇത്തരം സംരംഭങ്ങളുമായി ബന്ധപ്പെട്ട ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോയി തൊഴിലെടുപ്പിക്കുകയാണെന്ന് പറയുന്നു. ലാഭമാണ് അവർക്ക്. കാര്യം 10 വർഷമോ 15 വർഷമോ ശിക്ഷിക്കപ്പെട്ട ഒരാളെ നേരെ അവിടെ കൊണ്ടുപോയി തള്ളുന്നു. ഈ ശിക്ഷാ കാലാവധി പൂർത്തിയാക്കുമ്പോൾ അവർ അധ്വാനിച്ച പൈസ ഉൾപ്പെടെ കൊടുത്ത് ചൈനയിൽ കൊണ്ടുവന്ന് അവരെ തുറന്നു വിടുന്നു. ഇത്രയും നാളത്തെ അധ്വാനവും ഈ ആൾക്കാരുമായിട്ടുള്ള ഇടപെടലൊക്കെ കാരണം ഭൂരിഭാഗം ആൾക്കാരും തിരുതി നല്ല ആൾക്കാരായിട്ടാണ് പുറത്തു വരുന്നതെന്നാണ് ഈ റിപ്പോർട്ടുകൾ പറയുന്നത്. ഇനി നമുക്ക് ചൈനയിൽ നിന്ന് തിരിച്ച് നേരെ പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് വരാം. ഈ പത്രവാർത്ത, ഞാൻ നേരത്തെ പറഞ്ഞ പത്രവാർത്തയിൽ പറയുന്നത് ജയിലിലെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഉണ്ടാക്കിയ ലാഭത്തിനെ കുറിച്ചാണ്. നമുക്ക് ആദ്യം ചപ്പാത്തിയെക്കുറിച്ച് തന്നെ പറയാം. ജയിലിലെ ചപ്പാത്തി നമ്മളിൽ ഭൂരിഭാഗം ആൾക്കാരും കഴിച്ചിട്ടുണ്ടാകും. തിരുവനന്തപുരത്തൊക്കെ ഭയങ്കര ഫേമസ് ആണ് ജയിൽ ചപ്പാത്തി. പല പല കടകളിലൂടെ ഈ ജയിൽ ചപ്പാത്തി കിട്ടും. പല ഔട്ട്ലെറ്റ് വഴി ആൾക്കാർ പോയി വാങ്ങിക്കൊണ്ട് വരും. പൂജപ്പുര സെൻട്രൽ ജയിലിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഇതിൻ്റെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്, അവിടെ ഒരു കഫറ്റേരിയ ഉണ്ട്, ഇവിടെ നിന്നൊക്കെ ഇത് വാങ്ങാൻ പറ്റും. ഈ ചപ്പാത്തിയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഗുണനിലവാരവും വില കുറവുമാണ്. വെളിയിൽ 10 രൂപയ്ക്ക് നമ്മൾ ചപ്പാത്തി വാങ്ങുമ്പോൾ ജയിലിലെ ചപ്പാത്തി നമുക്ക് 2 രൂപയ്ക്ക് കിട്ടും. സ്വാഭാവികമായിട്ട് ഗുണനിലവാരമുള്ള ചപ്പാത്തി തീരെ വില കുറവിൽ 2 രൂപയ്ക്ക് കിട്ടുമെന്ന് പറയുമ്പോൾ എന്തായാലും നാട്ടുകാർ മുഴുവൻ ആ വഴിക്ക് നീങ്ങും, അത് കൃത്യമായി വാങ്ങുകയും ചെയ്യും. അത് കാരണം തന്നെ ജയിൽ വകുപ്പിന് ഈ കഴിഞ്ഞ മെയ് മാസം ചപ്പാത്തി വിറ്റ വകയിൽ മാത്രം കിട്ടിയത് 1,60,000 രൂപയുടെ ലാഭമാണെന്നാണ് പറയുന്നത്. ഒരു ദിവസം 15 ചാക്ക് ഗോതമ്പ് മാവിൻ്റെ ചപ്പാത്തി ജയിലിലെ ചപ്പാത്തി യൂണിറ്റിൽ ഉണ്ടാക്കുന്നുണ്ട് എന്നും പറയുന്നുണ്ട്. ഇത് കൂടാതെ ആ ജയിലിൻ്റെ ഫ്രണ്ടിൽ തന്നെ ജയിൽ വകുപ്പ് ഒരു കഫറ്റേരിയയും തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ തുടക്കത്തിൽ 18,000 രൂപയോ മറ്റോ ആയിരുന്നു ഒരു ദിവസത്തെ അവരുടെ ശരാശരി വരുമാനം. അതിനിടയ്ക്ക് കൊറോണ വരികയും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്തെങ്കിലും ഇപ്പോൾ ഈ കഴിഞ്ഞ മാസം ആ ജയിലിലെ കഫറ്റേരിയയിൽ 88,000 രൂപയുടെ വരുമാനമാണ് ഓരോ ദിവസവും ഉണ്ടാകുന്നതെന്നാണ് പറയുന്നത്. ഈ 2 രൂപയുടെ ചപ്പാത്തിയും ചിക്കൻ കറിയും ഒക്കെ വാങ്ങി ലാഭകരമായിട്ട് 40-50 രൂപയ്ക്കൊക്കെ പാർസൽ കിട്ടുവാണ്. ചിക്കൻ കറി ഉൾപ്പെടെയുള്ള പാർസൽ കിട്ടും. വാങ്ങിക്കൊണ്ടു പോകുന്നത് ജയിലിലുള്ള ആൾക്കാർക്കും ലാഭമാണ്, കഴിക്കാനായിട്ട് വാങ്ങിക്കൊണ്ടു പോകുന്ന നമുക്ക് ലാഭമാണ്. ആലോചിച്ച് നോക്കണേ, ഈ ഹോട്ടലുകാരൊക്കെ ഈ ചപ്പാത്തിയാണല്ലോ 10 രൂപയ്ക്ക് വിറ്റിട്ടും നഷ്ടമാണെന്ന് പറയുന്നതും അവർ അടിക്കടി വില കൂട്ടാനായിട്ട് സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുന്നതും നമ്മുടെയൊക്കെ പോക്കറ്റ് കൊള്ളയടിക്കുന്നതും.
ഹോട്ടലുകാരൊക്കെ ക്ഷമിക്കണം കേട്ടോ. ഈ ജയിലിൻ്റെ ചപ്പാത്തിയെ കമ്പയർ ചെയ്തിട്ട് ഒരു ആത്മകഥം പറഞ്ഞു പോയതാണ്. വാർത്ത വിശദമായിട്ട് വായിച്ചു പോയപ്പോഴാണ് ജയിൽ വകുപ്പ് നേടുന്നത് ലക്ഷങ്ങളുടെ ലാഭമല്ല, കോടികളുടെ ലാഭമാണെന്ന് മനസ്സിലാക്കിയത്. പൂജപ്പുരയിൽ ജയിൽ വകുപ്പിന് ഒരു പെട്രോൾ പമ്പുണ്ട്. ആ പെട്രോൾ പമ്പിൽ 15 തടവ് പുള്ളികൾ ജോലി ചെയ്യുന്നുണ്ട്. ഓരോരുത്തർക്കും 8 മണിക്കൂർ വീതമാണ് അവിടെ ഡ്യൂട്ടി. 180 രൂപ വീതം ഓരോ ദിവസം അവർക്ക് ശമ്പളമുണ്ട്. കഴിഞ്ഞ സാമ്പത്തിക വർഷം അവർ നേടിയ ലാഭം 36 കോടി രൂപയാണ്. ചില്ലറ ലാഭമാണ് അവർക്ക് കിട്ടിയത്. ഈ ലാഭത്തിൻ്റെ 50% ജയിലിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഉപയോഗിക്കാമെന്നാണത്രേ ആ ജയിൽ വകുപ്പിൻ്റെ ആ സാമ്പത്തിക കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കണക്കുകളിൽ പറയുന്നത്. മുട്ടൻ ലാഭമാണ്. ജയിലിനകത്ത് എന്തൊക്കെ സംവിധാനങ്ങൾ കൂടുതൽ ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ച് നോക്കാവുന്നതാണ്. ഇത് മാത്രമല്ല, ജയിലിനകത്ത് ഒരുപാട് യൂണിറ്റുകൾ ഉള്ളതായിട്ടാണ് അറിവ്. അവിടെ നമ്മുടെ ഹവായി ചെരുപ്പുകൾ ഉണ്ടാക്കുന്ന യൂണിറ്റ് ഉണ്ട്, പേപ്പർ ക്യാരി ബാഗുകൾ ഉണ്ടാക്കുന്ന യൂണിറ്റുകളുണ്ട്, സാനിറ്റൈസറും മാസ്കും ഒക്കെ ഉണ്ടാക്കുന്ന യൂണിറ്റുകളുണ്ട്. ഈ എല്ലാ യൂണിറ്റുകളിൽ നിന്നും ജയിൽ വകുപ്പിന് ലാഭം മാത്രമേ കിട്ടുന്നുള്ളൂ എന്നുള്ളതാണ് സത്യസന്ധമായിട്ടൊരു കാര്യം. ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ ഒരു സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റ്, അവിടെ തടവ് പുള്ളികളാണ് അവിടുത്തെ പ്രധാനപ്പെട്ട തൊഴിലാളികൾ എന്നിരുന്നാലും എല്ലാ വർഷവും ലാഭം മാത്രം നേടുന്നു എന്ന് പറയുമ്പോൾ അത് അതിശയിക്കേണ്ട കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനത്ത്, നമ്മുടെ രാജ്യത്ത്. നമ്മുടെ സംസ്ഥാനത്ത്, രാജ്യത്തൊക്കെ ഏത് സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റുകൾ, വരുമാനമുള്ള സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ എടുത്തു നോക്കിയാലും നഷ്ടത്തിൻ്റെ കണക്കുകളാണ് പലപ്പോഴും നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. ഈവൻ നമുക്ക് കൂടുതൽ വരുമാനം നേടിത്തരുന്നത് കള്ള് വിൽപ്പനയിലൂടെയാണ് എന്നാണ് പറയുന്നത്. ഈ കള്ള് വിൽപ്പനയിലൂടെ തന്നെ കഴിഞ്ഞ വർഷമൊക്കെ ഭയങ്കര എത്രയോ കോടി രൂപയുടെ നഷ്ടമുണ്ടായെന്നാണ് മാധ്യമങ്ങളിൽ കണ്ടത്. ഇവിടെ 250 300 രൂപയ്ക്കോ അകത്ത് കിട്ടുന്ന കുപ്പികളൊക്കെ 1000-നും 1200-നും 1500-നും ഒക്കെയാണ് ഈ കടകളിലൂടെ വിൽക്കുന്നത്. ഇത്രയും ചെറിയ വിലയ്ക്ക് കിട്ടുന്ന സാധനം ഇത്രയും ഇരട്ടി വിലയ്ക്ക് വിറ്റതിന് ശേഷവും നഷ്ടമാണ് എന്ന് പറയുമ്പോൾ അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. പിന്നെ നമ്മുടെ KSRTCയെ കുറിച്ച് പറയാണ്ടിരിക്കുകയാണ് ഭേദം. എങ്ങനെ നോക്കിയാലും KSRTCക്ക് നഷ്ടം മാത്രമേ ഉള്ളൂ. ഈ ജയിലിലെ ആൾക്കാരെ ഞാൻ താരതമ്യം ചെയ്ത് നോക്കിയപ്പോൾ മനസ്സിൽ തോന്നിയൊരു ആശയമാണ്, ഈ KSRTCയെ നയിക്കുന്നവരെയും ഈ നമ്മുടെ കള്ളുകടയെ നയിക്കുന്നവരെയും അതുമല്ല സർക്കാരിന് നഷ്ടം വരുന്ന എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളെ നയിക്കുന്നവരെയെല്ലാം അല്ലെങ്കിൽ ജോലി ചെയ്യുന്നവരെയൊക്കെ ഒരു വിഭാഗത്തിന് മുഴുവൻ ഈ സെൻട്രൽ ജയിലിലേക്ക് അയച്ചാലോ? കുറ്റവാളികളായിട്ട് കൊണ്ട് ശിക്ഷിക്കാനല്ല പറയുന്നത്. ഇവിടെ ഇതെങ്ങനെയാണ് ലാഭകരമായിട്ട് ഇതെല്ലാം നടന്നു പോകുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി അയച്ചാലോ എന്നാണ് ഞാൻ പറഞ്ഞത്. ചിലപ്പോൾ ഇവർ പറയുമായിരിക്കും അവിടെ ശമ്പളം വളരെ കുറവാണ്, അവർക്ക് പെൻഷൻ കൊടുക്കണ്ട, മറ്റ് ആനുകൂല്യങ്ങൾ കൊടുക്കണ്ട എന്നൊക്കെ. ശമ്പളം നമ്മൾ നേരത്തെ പെട്രോൾ പമ്പിൽ ഒരു ദിവസം ഒരു തടവുകാരന് അവിടെ ജോലി ചെയ്താൽ കിട്ടുന്നത് 180 രൂപയാണെന്ന് പറഞ്ഞു. ഈ 180 രൂപ മാത്രമല്ല അയാൾക്ക് കിട്ടുന്നത്, അയാൾക്ക് 3 നേരത്തെ ഭക്ഷണം ഈ ജയിലിൽ നിന്ന് കിട്ടുന്നുണ്ട്, അയാൾക്ക് താമസം ജയിലിലുണ്ട്, അയാൾക്ക് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ അതിനുള്ള ചികിത്സ ജയിലിലുണ്ട്, അയാൾക്ക് വസ്ത്രം മുതൽ സോപ്പ്, ചീപ്പ്, കണ്ണാടി സകലമാന സാധനങ്ങളും ജയിലിൽ തന്നെ കൊടുക്കുന്നുണ്ട്. ഇതിനൊക്കെ കാശ് വേണ്ടേ? ഈ 180ൻ്റെ കൂടെ ഈ സാധനങ്ങളുടെ എല്ലാം വില ചേർത്ത് അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ചെലവ് ചേർത്ത് കൂട്ടിയാൽ 500-600 രൂപയൊക്കെ ഒരു ദിവസം മിനിമം വരുമായിരിക്കും. ഇത്രയുമൊക്കെ ചെലവഴിച്ചിട്ടാണ് ഈ ജയിൽ വകുപ്പ് ഈ ലാഭത്തിലേക്ക് പോകുന്നത്. 10 രൂപയ്ക്ക് പുറത്ത് കിട്ടുന്ന ചപ്പാത്തി 2 രൂപയ്ക്ക് വിറ്റ് ജയിൽ വകുപ്പ് ലാഭം കൊയ്യുന്നു എന്ന് പറയുമ്പോൾ അതിനുള്ളിലെ കളികൾ അല്ലെങ്കിൽ അതിനുള്ളിലെ കളിയില്ലായ്മകൾ അന്വേഷിക്കുന്നത് രസകരമായിരിക്കും. അതിനെക്കുറിച്ച് വിശദമായി പഠിക്കാനും അന്വേഷിക്കാനും നമ്മുടെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റിലെ അധികാരികളെയും അവിടുത്തെ കുറേ ജീവനക്കാരെയും എന്തായാലും സർക്കാർ ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും സെൻട്രൽ ജയിലിലേക്കൊന്ന് അയച്ച് ഇതൊക്കെ ഒന്ന് പഠിപ്പിക്കണം. ഇതൊന്നും നടന്നില്ലെന്നുണ്ടെങ്കിൽ KSRTCയുടെ സ്റ്റാൻഡുകളിലും നമ്മുടെ സിവിൽ സപ്ലൈസിൻ്റെയും ബിവറേജ് കോർപ്പറേഷൻ്റെ ഔട്ട്ലെറ്റിലും ഒക്കെ ചപ്പാത്തി പരത്തലും വിൽപ്പനയൊക്കെ കൂടെ നടത്തി കഴിഞ്ഞാൽ പിന്നെയും ലാഭം ഉണ്ടാക്കാം, പിടിച്ചു പോകാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ജയിലിൽ കൊള്ളാൻ കേട്ടാ സർക്കാരിന് നല്ല ലാഭമുള്ള കച്ചവടമാണ്.